പലപ്പോഴും മലയാളികളായ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മറ്റുള്ള ആളുകൾ നമ്മൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ കളിയാക്കും അല്ലേ. ഇംഗ്ലീഷിൽ ചില വാക്കുകളൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റിപ്പോവുകയും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞാലും അറിയാത്തവനായാൽ പോലും നമ്മുടെ കൂട്ടുകാരൻ പറയും നീ എന്ത് പൊട്ടത്തെറ്റാടോ പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മളെ പലപ്പോഴും കളിയാക്കും. നമ്മൾ ഇംഗ്ലീഷിലൊരു തപ്പി പിടിച്ച് 2 സെൻറ്റൻസ് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോൾ പറയും ഈ പറഞ്ഞതിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഈ വാക്ക് ഇങ്ങനെയല്ല കേട്ടോ പ്രൊണൗൺസ് ചെയ്യുക, എന്തിനാണോ നീ ഇങ്ങനെ തെറ്റ് പറയുന്നതെന്നൊക്കെ ചോദിച്ച് നമ്മളതിനെ കളിയാക്കുമ്പോൾ കുറച്ച് നാളൊക്കെ നമ്മളിത് പ്രതിരോധിച്ച് നിൽക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ വിൽ പവറൊക്കെ കെട്ടടങ്ങി താഴെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും വേണ്ട ഈ പരിപാടി എനിക്ക് പറ്റിയതല്ല, നമ്മൾ അങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കുക അല്ലെങ്കിൽ ശ്രമിക്കുക എന്നുള്ള പരിപാടി നമ്മൾ അതോടുകൂടി നിർത്തും. ഈ അടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് ജോർജിയ എന്ന് പറഞ്ഞൊരു രാജ്യം കാണാൻ പോയിട്ടാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ 1-2 എക്സാമ്പിളുകൾ, അവിടെ പോയപ്പോൾ ഉണ്ടായ 1-2 ഇൻസിഡൻറ്റുകൾ ഞാൻ നിങ്ങളോട് പറയാം. ഇത് നമുക്ക് തരുന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ കാരണം നമ്മൾ വിചാരിക്കും അവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞതിൽ പ്രശ്നമില്ലല്ലോ തോന്നുന്നൊരു 1-2 ഇൻസിഡൻറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ പോകുന്നു. ഈ ജോർജിയ എന്ന് പറഞ്ഞ രാജ്യം ഒരു യൂറോപ്യൻ രാജ്യങ്ങളോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ്. അസർബൈജാൻ, അർമേനിയ, തുർക്കി, അങ്ങനെ ഈ യൂറോപ്യൻ രാജ്യങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു മേഖലയാണ് ഇത് വരുന്നത്. റഷ്യൻ ബോർഡറൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അവിടുത്തെ ആളുകളെ കണ്ട ഫുൾ സായിപ്പന്മാരാണ്, നല്ല കളർ മുടി, പൂച്ചക്കണ്ണ്. അപ്പം ആ സെറ്റപ്പ് തന്നെയാണ് മൊത്തത്തിൽ. അവരുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും റോഡും ബിൽഡിങ്ങുകളും എല്ലാ സംഭവങ്ങളും ഒരു യൂറോപ്യൻ ടച്ചിലാണ് പോകുന്നത്. എന്തുകൊണ്ട് ഞാനിത് ഇത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിനോട് ഇത്ര അടുത്ത് കിടക്കുന്ന രാജ്യത്തിലെ ആളുകൾക്ക് ഇംഗ്ലീഷ് അറിയണമല്ലോ, അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് കേട്ടാലെങ്കിലും മനസ്സിലാവണമല്ലോ. ഇവിടെ 90% ആളുകൾക്കും ഇംഗ്ലീഷ് അറിയില്ല, ഇംഗ്ലീഷ് കേട്ടാലും മനസ്സിലാവില്ല. പോട്ടെ, കുഴപ്പമില്ല. ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പല വാക്കുകളും നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതേത് വാക്ക്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു ജ്യൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോകുന്നു. അപ്പോൾ അവിടെ 3 കളറിൽ ജ്യൂസ് ഉണ്ട്. ഒരു ഓറഞ്ച് കളറിലെ ജ്യൂസ്, ഒരു പച്ച കളർ ജ്യൂസ്, ഒരു പിങ്ക് കളർ പോലത്തെ ജ്യൂസ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇതേതാണ് ഫ്ലേവർ, ഇതേതാ ഫ്ലേവർ എന്ന് ചോദിച്ചപ്പോൾ ഒരു ആദ്യത്തെ ഓറഞ്ച് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അവർ കുറച്ച് നേരം ആലോചിച്ചു ഇത് എന്താണെന്ന് ആലോചിച്ചിട്ട് ഓറഞ്ച് ദിസ് വൺ ആപ്പിൾ ദിസ് ആൻഡ് ഗ്രീൻ ആപ്പിൾ വേണോ ഓറഞ്ച് വേണോ ദിസ് വൺ ആപ്പിളി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് കത്തിയില്ലെങ്കിലും അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആപ്പിളിനെയാണ് ഇവർ ആപ്പിളി എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവർ ആപ്പിളിന്ന് ചിലപ്പോൾ ആ ഒരു വ്യക്തി തെറ്റി പറഞ്ഞതാണെന്ന് കരുതി വേറെ 1-2 സ്ഥലങ്ങളിലും അവിടെ കടകളിലും ചെന്നപ്പോഴും ഇവർ ആപ്പിളി എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടായിരിക്കും ആപ്പിളി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ സ്പെല്ലിങ് ഇങ്ങനെ ആലോചിച്ചു APPLE. അപ്പോൾ ആപ്പിളി എന്ന് വായിച്ചതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല അല്ലേ. എന്നാൽ ഞാൻ പറയുന്ന ആപ്പിളി എന്ന് പറയുന്ന വാക്ക് ശരിക്കും ആപ്പിളാണെന്നും അതിന് ആപ്പിളി എന്നല്ല ഞാൻ തെറ്റിയാണ് പറയുന്നതെന്നുള്ള യാതൊരു ചിന്തയും കാര്യങ്ങളും അവർക്കില്ല. അവർ ആപ്പിളി എന്ന് പറയുമ്പോൾ നമ്മൾ ആപ്പിൾ എന്ന് തിരിച്ചു പറയുമ്പോൾ അവർ ഇവന്തോ ആപ്പിളിനെ ആപ്പിൾ എന്ന് പറയുന്നത് എന്നുള്ള ഭാവത്തിലാണ് നമ്മളെ നോക്കുന്നത്. മനസ്സിലായില്ലേ. അടുത്തൊരു സംഭവം പറഞ്ഞുതരാം. നമ്മളൊരു എയർപോർട്ടിൽ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ലേഡി ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വിളിച്ച് പറയണം ബുർഗീർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അതായത് ആരോ ബുർഗീർ എന്ന് പറഞ്ഞൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരെന്നെയാണ് വിളിക്കുന്നത്. അടുത്ത നെക്സ്റ്റ് ഡയലോഗ് പറഞ്ഞു ഹൂ ബുർഗീർ. അതായത് ആരാണ് ബുർഗീർ എന്ന് പറഞ്ഞ സാധനം ഓർഡർ ചെയ്തത്, അവർ വന്ന് മേടിക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് ഈ ബുർഗീർ, കാരണം നമ്മളൊരു പുതുതായിട്ടുള്ള ഒരു രാജ്യത്ത് ചെന്ന് നോക്കിയാൽ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ബുർഗീർ എന്താണെന്ന് നോക്കിയപ്പോൾ നമ്മൾ മാക്ഡൊണാൾഡ്സിന്നൊക്കെ സ്ഥിരം കഴിക്കുന്ന ബർഗറിനെയാണ് ഇവർ ബുർഗീർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അതിന് സ്പെല്ലിംഗ് ഒന്ന് ആലോചിച്ച് നോക്കി BURGER ബുർഗീർ. അവർ അങ്ങനെ വായിച്ചാൽ അവർക്ക് തെറ്റ് പറയാൻ പറ്റില്ല അല്ലേ, തെറ്റ് പറയാൻ പറ്റില്ല. ബുർഗീർ എന്ന് വേണമെങ്കിൽ വായിക്കുന്നവർക്ക് അങ്ങനെ വായിക്കും ചെയ്യാൻ. ആദ്യമായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വായിക്കുകയും ചെയ്യാം. പക്ഷെ അവരതൊന്നും ഞങ്ങൾ പറയുന്നത് കറക്റ്റ് അല്ല എന്നോ അത്തരത്തിലുള്ള യാതൊരു ചിന്തകളോ ഇല്ലാതെ അവരെന്താണോ പറയുന്നത് അതിന് അവർ ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ട് പറയുകയും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനായിട്ട് അവരതിനെ ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ഭാഷയില്ലാത്തൊരു ഭാഷ, ഞങ്ങൾ എങ്ങനെയോ നിങ്ങളോട് സംസാരിക്കുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ നടക്കുന്നു, നിങ്ങൾക്ക് വേണ്ട ഫുഡ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, ബാക്കി കാര്യങ്ങൾ നടക്കുന്നു, നിങ്ങളുടെ വിശപ്പ് മാറി ഞങ്ങൾക്ക് കച്ചവടമായി. ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയില്ലാത്ത ഇംഗ്ലീഷ് നമ്മൾ പലപ്പോഴും പല വാക്കുകളും പറയുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് പറഞ്ഞ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബജാജ് പുതിയതായിട്ടൊരു ബൈക്ക് ഇറക്കിയിട്ടുണ്ട് പുൾസാർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ന് പുൾസാറിൻ്റെ പരസ്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ചോദിച്ചു പുൾസാർ എന്ത് ബൈക്കായിരിക്കും അല്ലേ. പിന്നെ അതിൻ്റെ പരസ്യം വന്ന ആ പരസ്യത്തിലാണ് അവർ പറയുന്നത് പുൾസാർ അല്ല അത് പൾസറാണ് എന്നുള്ളത്. പുൾസാർ എന്നും വേണമെങ്കിൽ വായിക്കാം, PULSAR എന്തുകൊണ്ടാണ് സ്പെല്ലിങ് വരുന്നത് പുൾസാർ അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ സ്പെല്ലിങ്ങുകൾ നോക്കിയിട്ട് വായിച്ച് ഊഹത്തിലൊക്കെ നമ്മൾ പലപ്പോഴും പല വാക്കുകളും തെറ്റിപ്പറയുകയും ആ തെറ്റിപ്പറയുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ള ആളുകൾ നമ്മളെ കളിയാക്കുകയും ചെയ്യുമ്പോൾ ഈ തെറ്റിപ്പറയുന്ന പ്രോസസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറച്ചിലേ അങ്ങ് നിർത്താറുണ്ട്. പക്ഷേ നേരെ മറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം
മലയാളത്തിലുള്ള പല വാക്കുകൾ പോലും നമ്മൾ തെറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ. ഒരു പ്രാസംഗികനോട് ഒരു കവിനോടൊക്കെ 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ഇവർ മലയാളം തന്നെയാണോ സംസാരിക്കുന്നത് പോലും നമുക്ക് സംശയം തോന്നും. കാരണം അവർ പറയുന്ന ഒന്നും നമുക്ക് മനസ്സിലാവില്ല. അതായത് മാതൃഭാഷയായിട്ടുള്ള മലയാളത്തിലുള്ള പല വാക്കുകൾ പോലും ശരിക്കും പറയാനോ എഴുതാനോ സംസാരിക്കാനോ അറിയാത്ത നമുക്ക് നമ്മുടെ മാതൃഭാഷയില്ലാത്ത ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ മലയാളത്തിൽ തെറ്റ് വരുമ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ലാത്ത നമ്മൾ ഇംഗ്ലീഷിൽ തെറ്റ് പറ്റുമ്പോൾ എന്തിനാണ് പേടിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് അതിനൊരു വിഷമം തോന്നേണ്ടത്? എന്തിനാണ് മറ്റുള്ളവരെ നിങ്ങൾ കളിയാക്കുന്നത്? ഈ കളിയാക്കുന്നവരോടുള്ള ചോദ്യം അതാണ്. മലയാളത്തിൽ പോലും നിങ്ങളോടൊരു 10 മിനിറ്റ് തെറ്റുകൂടാതെ സംസാരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ തപ്പി തടഞ്ഞ് മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ. കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ തെറ്റ് പറ്റും. അപ്പോൾ ഈ സംസാരിക്കുമ്പോൾ തെറ്റുകൾ വരുന്നതിന് മറ്റുള്ളവരെ കളിയാക്കേണ്ട ആവശ്യമില്ല. ഇനി ആരെങ്കിലും നിങ്ങളെ കളിയാക്കിയാൽ ആ കളിയാക്കൽ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയല്ല. അപ്പോൾ നമ്മൾ പറയുമ്പോൾ തെറ്റ് പറ്റിയാലും സോ വാട്ട് എന്നുള്ളൊരു റിപ്ലൈ പറഞ്ഞ് നമ്മളത് കറക്റ്റാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കൊരു വാക്ക് നമ്മൾ പഠിച്ചത് തെറ്റാണ്, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞു പോയാൽ മതി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അത് നിങ്ങൾക്ക് എന്നാണോ നിങ്ങൾ തിരിച്ചറിയുന്നത് ഞാൻ ഈ വാക്ക് ഇങ്ങനെയല്ല പറയേണ്ടതെന്ന് തിരിച്ചറിയുമ്പോൾ അന്ന് മുതൽ നിങ്ങൾ ആ വാക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. മനസ്സിലായില്ലേ? പിന്നെ പല വാക്കുകളും പല രാജ്യങ്ങളിലും കറക്റ്റാണ്, ചില വാക്കുകൾ ചില രാജ്യങ്ങളിൽ കറക്റ്റാണ്. അപ്പോൾ ഓരോ ഭാഷയ്ക്കും ഓരോ രാജ്യത്തിൻ്റേതായ കൾച്ചറുണ്ട്, ഓരോ മേഖലകളുടേതായ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറാണെന്നും ഒരു സംസ്കാരമാണെന്നും നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കളിയാക്കലും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു കുഞ്ഞ് എക്സാമ്പിൾ 1-2 എക്സാമ്പിൾ കണ്ടപ്പോൾ ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കളിയാക്കലുകൾ നേരിടുന്ന ആർക്കെങ്കിലും അതൊരു സഹായമാവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി ഇത് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ അറിയിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കിടിലനായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ തെറ്റായിട്ടുള്ള കിടിലൻ വാക്കുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.